എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് നോക്കൂ, സമാമ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വിത്ത് പാകുന്ന രീതിയും തൈ പറിച്ചു നടുന്ന രീതിയും അതുപോലെ തന്നെ വളം ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ അതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീട് മുറ്റത്ത് ഇതുപോലെ നമുക്ക് ഫ്രൂട്ട് വിളയിച്ചെടുക്കാൻ സാധിക്കും. അധികം പരിചരണമില്ലാതെ നമുക്ക് നമ്മുടെ വീട് മുറ്റത്ത് ഇതുപോലെ അടിപൊളിയായിട്ട് സമാം കൃഷി തുടങ്ങാം കേട്ടോ. ഇത് നോക്കൂ, ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതാണ് പെൺപൂ കേട്ടോ. ഇതുമാണ് കായ ഉണ്ടാവുക കേട്ടോ. നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരു ബൗള് രൂപത്തിൽ കാണുന്ന വേണ്ടില്ലേ. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന പൂവ് അത് ആൺപൂവാണ് കേട്ടോ. അതും ഒരിക്കലും കായ ഉണ്ടാവില്ല. ഇതുപോലെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് വളം ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് കായ നല്ലപോലെ പിടിക്കുകയും ഒരുപാട് പൂക്കൾ വിരിയുകയും ചെയ്യാം കേട്ടോ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കടയ്ക്ക് വളം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. വളം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലുള്ള പുല്ലൊക്കെ പറിച്ച് കളയുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കളയ്ക്കുക. വേരുമ തട്ടാത്ത രീതിയിൽ നല്ലതുപോലെ കുത്തിക്കളച്ചിട്ട് വേണം വളം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ചുറ്റും നിൽക്കുന്ന പുല്ലുകളും മറ്റും ഈ വളം ചെയ്യുന്നതൊക്കെ അത് വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ തൈക്ക് അതിനുള്ള ഗുണം കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കുത്തിക്കളച്ച് മണ്ണൊക്കെ ഒരു പരുവാക്കി എടുത്തതിന് ശേഷമാണ് നമുക്ക് വളം ചെയ്യാനായിട്ട്. സത്യത്തിൽ ഷമാമ് ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ കൃഷി ചെയ്യുന്നത്. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, ഷമാമ് കൃഷി നമുക്ക് പറ്റില്ല എന്നൊക്കെ. നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ തൈകളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമില്ലാത്ത ഷമാമ് നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. ഞാനിവിടെ കുറച്ച് ചീര പാകിയായിരുന്നു കേട്ടോ. അത് വിളവെടുപ്പ് കഴിഞ്ഞാണ്. അത് 2 പ്രാവശ്യം വിളവെടുപ്പ് കഴിഞ്ഞാണ്. ചീര കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ഇതിന് മുന്നുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മണ്ണൊരുക്കുന്ന രീതിയും വിത്ത് പാകുന്ന രീതിയും അതുപോലെ വളർന്നു വരുമ്പോൾ ഏതൊക്കെ വളം കൊടുക്കണം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ചീരവിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഹൈബ്രിഡ് ക്വാളിറ്റിയുള്ള ചീരവിത്ത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ കിളച്ച് നല്ലതുപോലെ വളം വലിച്ചെടുക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇത് നോക്കൂ, കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചെടുത്ത് നേർപ്പിച്ച വെള്ളം കേട്ടോ. 200 ഗ്രാം കപ്പലണ്ടി പിണ്ണാക്കാണ് ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ചത്. ഈ ബക്കറ്റിൽ കപ്പലണ്ടി പിണ്ണാക്ക് നനയത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം 2 ദിവസം നമ്മൾ മാറ്റി വയ്ക്കുക. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പുളിപ്പ് വരും. ആ പുളിപ്പ് വരുമ്പോൾ നമ്മളിതുപോലെ വെള്ളം നല്ലതുപോലെ നേർപ്പിക്കണം കേട്ടോ. 200 ഗ്രാമിൽ കപ്പലണ്ടി പിണ്ണാക്ക് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ അത് ഫുള്ളായിട്ട് വെള്ളം എടുത്തു. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ചുറ്റും തണ്ടുമ്പോൾ തട്ടാത്ത രീതിയിൽ വേണം നമുക്കിത് ആഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇലകളിലൊന്നും വീഴാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇലകളിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വീര്യം കൂടുതലാണ്. 2 ദിവസം പുളിപ്പിച്ചത് കാരണം കൊണ്ട് വീര്യം കൂടുതലാണ്. അപ്പോൾ തണ്ടുമ്മലും ഇലയുമ്മലും തട്ടാത്ത രീതിയിൽ ഇതുപോലെ ചുറ്റോറം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ ഉപയോഗം ചെടികളുടെ ഇലകളും തണ്ടുകളും നന്നായി വളരുവാനും ആവശ്യമായ നൈട്രജൻ കപ്പലണ്ടി പിണ്ണാക്കിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മണ്ണിലെ ഉപകാരികളായ ബാക്ടീരിയകളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നൈട്രജന് പുറമെ ചെറിയ അളവിൽ ഫോസ്ഫറസും പൊട്ടാസ്യവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ അത് പൂക്കാനും കായ്ക്കാനൊക്കെ സഹായിക്കും. ഇത് നമുക്ക് മറ്റ് എല്ലാ പച്ചക്കറി തൈകളും ഇതുപോലെ ചെയ്യാം കേട്ടോ. പൂക്കുന്ന ടൈമുകളിൽ, പൂവിടുന്ന ടൈമുകളിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കൾ വിരിയാനും അതുപോലെ തന്നെ കായ്ക്കാനും സഹായിക്കും. കൂടാതെ നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൂക്കൾ വിരിയും കേട്ടോ. വളം ചെയ്തതിന് ഒരാഴ്ചയ്ക്ക് ശേഷം നല്ല റിസൾട്ട് വന്നു കേട്ടോ. ഇത് നോക്കൂ, ഞാൻ ഈ വളം ചെയ്തതിന് ശേഷം അതാ നോക്കൂ, ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരുപാട് കായകൾ ഇതിന് ചുറ്റും ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷമാമ് വലിപ്പം വെച്ച് വരുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ഉണ്ടായി വരുന്ന കേട്ടോ. അതിന് ശേഷം വളം ചെയ്തതിന് ശേഷമാണ് അത് ഇങ്ങനെ വന്നിട്ടുള്ളത്. നോക്കൂ, ഒരുപാട് ഉണ്ടായി പൂക്കളും വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.